വാറ് സത്യം പറഞ്ഞാൽ വാറ് വണ്ണിനേക്കാൾ മോശമാണ് വാറ് ടു. ഭയങ്കര മോശമെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. നമുക്ക് 3 മണിക്കൂർ കണ്ട് സഹിച്ചിരുന്നില്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയ വാറെന്ന് പറയാം. അല്ലാതെ ഈ പടത്തിനെ പറ്റി പൊക്കി പറയാനോ ഒന്നുമില്ല. ഒന്നിൻ്റെയൊക്കെ പോരാ, കിട്ടില്ല. അവസാനത്തെ ഒരു അരമണിക്കൂറാണ് സ്പൈ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. ഫസ്റ്റ് അത്ര പോരാ, അത്ര കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഒരുപാടൊന്നുമില്ല, കൊള്ളാം. NTR അടിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. ഇല്ല, NTR കട്ടൊക്കെയാണ് നിൽക്കുന്നത്. NTR ആണ് ഒരു അല്പം നമുക്ക് മുൻഗണനയായിട്ട് നിൽക്കുന്നത്. കൊള്ളാം. വാറ് തുടക്കം മുതലേ നിങ്ങൾ ഇതൊരു പാരലൽ വേൾഡിൽ നടക്കുന്ന അല്ലെങ്കിൽ പാരലൽ യൂണിവേഴ്സിറ്റി സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വീഡിയോ ഗെയിം മോഡിൽ ആണ് ഈ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിനകത്ത് ലോജിക്ക് നോക്കാനോ അല്ലെങ്കിൽ കഥയിൽ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസി ഇങ്ങനെയൊക്കെയാണോ പ്രവർത്തിക്കുന്നത് എന്നൊന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. NTR ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മൾ ശരിക്കും ഒരു തെലുങ്ക് സിനിമ കാണുമ്പോൾ ഒരു നായകനെ ഭയങ്കരമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കില്ല. അതേപോലെ എൻ്റെ ഒരു അതിപ്രസരമായിപ്പോയി എന്ന് പറയുമ്പോൾ. പിന്നെ ഋത്തിക് റോഷൻ സൂപ്പറായിട്ടുണ്ട്, പുള്ളിയുടെ ഫൈറ്റ് സീൻസും എല്ലാം കൊള്ളായിരുന്നു, കുഴപ്പമില്ല, ഞാൻ എൻജോയ് ചെയ്തു. എന്തായിരുന്നു മുമ്പത്തെ സ്പൈ യൂണിവേഴ്സ് പടങ്ങളുടെ കാട്ടി ഇച്ചിരി കൂടെ ഭേദം. ഈ പടങ്ങളൊന്നും ഇതൊന്നും ഐമാക്സിന് ഇറക്കേണ്ട ഒരു ആവശ്യമില്ല. വിഷ്വൽ എഫക്ട്സ് ഒക്കെ വളരെ മോശം. പക്ഷേ ഹൃത്തിക് റോഷനും ജൂനിയർ NTRയുടെയും സീക്വൻസസ് കാണാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ കാണാം. സ്പൈ യൂണിവേഴ്സിലെ ഒരു സ്പെഷ്യൽ മൂവി ആയിരുന്നു. ബാക്കി വന്ന പടങ്ങളെക്കാൾ കുറച്ചും കൂടെ നല്ലൊരു മൂവി ആയിരുന്നു വാർ 2. പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ NTR ആൻഡ് ഹൃത്തിക് കോംബോ അത് നമ്മൾ ഒരു എക്സ്പെക്ടേഷനേക്കാൾ മുകളിലായിരുന്നു. നോർമലി നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ ചില ആൾക്കാർ പറഞ്ഞു മോശം സീൻസ് ഒക്കെയാണ്, പക്ഷേ VFX എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു അവർ ചെയ്തിട്ടുള്ളത്. എന്തിനോ വേണ്ടി എടുത്തൊരു പടം ഇത് സ്പൈ യൂണിവേഴ്സിറ്റി വെച്ച് നിർത്തി അത്രയും നല്ലത്, അങ്ങനെ തോന്നിപ്പോയി. ഫസ്റ്റിന്റെ അത്രയും ഒരു ഇമ്പാക്റ്റ് ഇല്ല, കുഴപ്പമില്ല. പിന്നെ പെർഫോമൻസ് NTR കുഴപ്പമില്ലാതെ പിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ദ ബെസ്റ്റ് എന്ന് പറയുന്നത് ഋത്തിക് റോഷൻ തന്നെയാണ്. ഹൃത്തിക് തന്നെയാണ് ഏറ്റവും സൂപ്പർ ആയിരിക്കുന്നത്. പിന്നെ ജൂനിയർ NTR പറ്റും പോലെ പിടിച്ചിരിക്കുന്നുണ്ട് പുള്ളിയുടെ മുമ്പിൽ. ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടില്ലേ മുന്നത്തെ, അതിന്റെ അത്ര ഒരു ഇമ്പാക്റ്റ് ഇല്ല. ആളൊരു ടെമ്പർ എന്ന് പറഞ്ഞൊരു പടമുണ്ട് തെലുഗുല്, അതിന്റെ ഒരു ഫീലാണ് ആൾ ഇതിൽ പിടിച്ചേക്കുന്നത്. രണ്ടും വർക്കായിട്ടുണ്ട്. ഹൃത്തിക് റോഷനും ജൂനിയർ NTRയുടെ കോമ്പിനേഷൻ സീക്വൻസ് ആണ് ഏറ്റവും നല്ലത്. ബാലകൃഷ്ണയുടെ ഒക്കെ സിനിമകളൊക്കെ കാണുന്നില്ലേ, അതേപോലെ ഓവറായിട്ട് കാണിച്ചു കൂട്ടിയിട്ടുണ്ട് സിനിമ. ആക്ഷൻ ഋത്തിക് റോഷൻ മാത്രമായിട്ടുള്ള കുറേ ആക്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. പക്ഷേ NTRും കൂടെ കയറി വരുമ്പം പിന്നെ അതങ്ങ് ശരിക്കും ഒരു തെലുങ്ക് സിനിമയുടെ ആ ലെവലിലോട്ട് അങ്ങ് പോകും. ബാലകൃഷ്ണയുടെ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലുള്ള ഒരു കുറച്ചധികം ഓവറാണ്. പിന്നെ ഈ പടം കാണുന്നവരെന്തായാലും ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ച് റെഫറൻസ് ഒക്കെ ഫസ്റ്റിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് കണ്ടിട്ട് കാണാതെ കണ്ടാലും സ്റ്റോറിയൊക്കെ മനസ്സിലാവും. എന്നാലും ആ ഒരു പാർട്ട് കണ്ടിട്ട് കാണുന്നതാവും നല്ലത്. പിന്നെ ലോജിക് ഇഷ്യൂസ് ഒക്കെ കുറച്ചുണ്ട്, ആക്ഷൻ മാക്സിലൊക്കെ കുറച്ച്. അപ്പോൾ അങ്ങനെ ലോജിക്കൊക്കെ ചിന്തിക്കുന്നവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കണ്ട ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സാധനമുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. സ്റ്റിൽ പറയുന്നു ഫസ്റ്റിന്റെ അത്രയും വന്നിട്ടില്ല, ബട്ട് കുഴപ്പമില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. ഡാൻസ് ആയാലും സോങ് ആയാലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് വാർ 2-ൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള നല്ല പ്ലേസ്മെന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് അതിൽ ഉള്ളത്. ശ്രീറാം ടെംപ്ലേറ്റിനെ എടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും പറയാനില്ല. ഭയങ്കര ഒരു VFX ഒക്കെ ഇതിന് നമ്മൾ ചെയ്ത ഇതിനേക്കാൾ വൃത്തിയായിരിക്കും, ആ ഒരു ലെവലായിരിക്കുന്നത്. കാരണം ഇത്രയും അപ്ഡേറ്റ് ആയ ഒരു സമയത്ത് ഇങ്ങനെ ഒരു മോശം ലെവലൊരു പണം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ശരിക്കും ഒരു വീഡിയോ ഗെയിം കാണുന്ന പോലെ എന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്നുള്ള കാര്യങ്ങളൊക്കെ ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്വൽ എഫക്ട്സ്, അത് ശരിക്കും വിഷ്വൽ എഫക്ട്സ് ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. NTR ഒക്കെ പറ്റിയായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊരു ഫീൽ ആവുന്നില്ല. ഋത്തിക് റോഷൻ ഓക്കെയാണ്, പാറിലൊക്കെ ഉള്ള പോലെ ആ ഒരു സെയിം രീതിയാണ്, വേറെ എടുത്ത് പറയാൻ മാത്രമുള്ള ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ വാർ 2 നമുക്ക് പടം നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. ഭയങ്കര ലാഗും കാര്യങ്ങളായിട്ട് ഒന്നുമില്ല, ഒരു തേങ്ങയില്ല, ഒന്നുമില്ല. അതുപോലത്തെ VFX ഒക്കെ വെച്ച് എന്തൊക്കെയാ ചെയ്യാൻ ശ്രമിച്ചു വെച്ചാൽ ഒന്നുമില്ല. ഡാൻസ് തിയേറ്ററിൽ മസ്റ്റ് വാച്ചായിരുന്നു. ആ തിയേറ്ററിൻ്റെ അത് നല്ലപോലെ കാണാൻ പറ്റുന്ന ഒരു സീക്വൻസ് ഉണ്ടായി. വേണമെങ്കിൽ അതിനുവേണ്ടി മാത്രം തിയേറ്റർ വന്നതാണ് അവരുടെ രണ്ടുപേരുടെ ഡാൻസ്. ആ പാട്ടും വർക്കൗട്ടായി. എനിക്ക് സിനിമ എൻജോയബിൾ ആയിട്ട് തോന്നി. സൂപ്പർ പടമൊന്നുമല്ല, കണ്ടിരിക്കാം. വിഷ്വൽ എഫക്ട്സ് ഒക്കെ മോശം, കഥ വളരെ സിമ്പിൾ, പക്ഷെ പടം എൻജോയബിൾ ആണ്. അയ്യോ ലോജിക്കലൊന്നും നോക്കേ വേണ്ട. ലോജിക്കൽ എന്ന് പറഞ്ഞ സാധനം നോക്കില്ല, പക്ഷെ എൻജോയബിൾ ആണ്, കണ്ടിരിക്കാം. പറക്കുന്ന ഫ്ലൈറ്റിന്റെ മുകളിൽ ചാടി കയറി എന്നിട്ട് ഫൈറ്റ് ചെയ്യും, അങ്ങനെ ഒരാൾ ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സ്പീഡ് ബോട്ട് എങ്ങനെ റേസിംഗ് ട്രക്കിൽ കൂടെ പോകും, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. ചോദിക്കാതെ ലോജിക്കെല്ലാം കംപ്ലീറ്റ് മാറ്റി വെച്ചത് ഒരു പ്യൂർലി എന്റർടൈൻമെന്റ് എന്നുള്ളൊരു പോസിൽ കണ്ടിരുന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും.